PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സുകാരുടെ മാത്സ് ആണ്, 3rd ചാപ്റ്റർ ആണ് ബഹുഭുജങ്ങള്, പോളിഗൺസ്. പോളിഗൺസിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോളിഗൺസിന്റെ സം കാണാനായിട്ട് അല്ലെ, ആന്തര കോണിന്റെ തുക കാണാൻ. എന്താണ് ഫോർമുല നമ്മൾ പറഞ്ഞത്? നമ്മൾ കുറച്ച് ഫോർമുലാസ് ഒക്കെ പറഞ്ഞു തന്നിരുന്നു. ഡയഗണൽ കാണാനുള്ള ഫോർമുല നമ്മൾ പറഞ്ഞു n-3 ആണ്. ത്രികോണങ്ങളുടെ എണ്ണം കാണാൻ, നമ്പർ ഓഫ് ട്രയാങ്കിൾസ് അല്ലെ, ട്രയാങ്കിളിന്റെ നമ്പർ കാണണമെങ്കിൽ എന്ത് കണ്ടാൽ മതി? n-2 ആണ്. ഇനി സം ഓഫ് ദ ആംഗിൾസ് എത്രയാണ്? സം ഓഫ് ദ ആംഗിൾസ് കാണാനുള്ള ഫോർമുല n-2 × 180. ഇതാണ് നമ്മൾ പഠിച്ചത്. ഈ 3 കാര്യങ്ങൾ ശരിക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അല്ലെ. ഇത് ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. സം ഓഫ് ദ ആംഗിൾസ് കാണാനായിട്ട്, ഡയഗണൽ കാണാൻ, നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണാനും. ഇനി നമ്മൾ കണക്ക് തുടങ്ങുകയാണ്. പേജ് നമ്പർ 49. First question, is the sum of an angle of a polygon equal to 2700? 2700 ആകാൻ പറ്റുമെന്ന്. ഏതെങ്കിലും ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 2700 ആകുന്നു എന്ന്. ഏതെങ്കിലും ബഹുഭുജത്തിന്റെ തുക 2700 വരുമോ എന്ന്. 2700 വരുമോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ കാണണം n-2 × 180 എത്ര വരണമെന്ന്? 2700. നമ്മൾ പറഞ്ഞ ത്രികോണത്തിന്റെ 180 ആണ്, ചതുർഭുജത്തിന്റെ 360 ആണ് അല്ലെ, ക്വാഡ്രിലാറ്ററലിന്റെ. ദെൻ പെന്റഗൺ ആകുമ്പോൾ 540, ഹെക്സഗൺ 720. ഇതൊക്കെ ബൈ ഹാർട്ട് വരെ വേണമെന്നുണ്ട് അവിടെ വരെ കേട്ടോ. ഇനി ഏതെങ്കിലും ഒരു പോളിഗന്റെ 2700 വരുമോ എന്ന്. അതിന് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫോർമുല എഴുതണം. സമ്മ് 2700 വരുമോ എന്ന് അറിയാൻ തുടക്കം തുടങ്ങി ശരിക്കും ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. നമ്മൾ ഇത്രയും നേരം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചത് ഫോർമുലാസ് ആണ് പഠിച്ചു. ഈ ഫോർമുലാസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഞാൻ ഒന്നും കൂടി എഴുതി തന്നു. ഇനി നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യാണ്. ഇവിടെ 2700 സമ്മായിട്ട് വരുമോ എന്ന്, ഏതെങ്കിലും ഒരു പോളിഗന്റെ വരുമോ എന്ന് നോക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഇക്വേഷൻ എഴുതാം. n-2 × 180 = 2700 ആണ് അല്ലെ. അപ്പൊ അതിന് n-2 = ഇതിനെ മാത്രം ഈ ബ്രാക്കറ്റുള്ള നിർത്താം. ബാക്കിയുള്ളത് ഇൻറ്റു ആണ്. ഇൻറ്റു ഇവിടേക്ക് പോകുമ്പോ 2700 ഡിവിഷൻ ചെയ്യണം. 150 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഡിവൈഡ് ചെയ്തേക്ക്. വെട്ടിക്കളയാൻ എല്ലാവർക്കും അറിയില്ലേ? കുറേശ്ശെ പഠിക്കാട്ടോ. വെട്ടിക്കളയാൻ അറിയില്ല എന്ന് വന്നിരിക്കട്ടെ, വെട്ടിക്കളയാൻ നോക്കുക. നോക്കിയേ, 0 0 വെട്ടിക്കളയാൻ എല്ലാവർക്കും അറിയും അല്ലേ. ഇനി 27ഉം 18ഉം എന്താവുന്നു? നിങ്ങൾ നമ്പേഴ്സ് നോക്കി. അത് ഏതിന്റെ മൾട്ടിപ്പിൾസ് ആണ്? 9ന്റെ. 9 × 9 കൊണ്ട് 18 എന്ന് വരുമ്പോ എന്താണ്? 9 × 2 ആണ് 18. 18ന്റെ ചെയ്യുമ്പോ എന്താണ്? 9 × 2. അപ്പൊ 9 × 3 ആണ് 27 അല്ലെ. 9 × 3 27 ആണ്. 9 × 2 18 ആണ്. അപ്പോ ഇവിടെ ഒരു 0 ഉണ്ട് കേട്ടോ. ഒരു 0 വെട്ടിപ്പോയിട്ടുള്ളൂ. 27ന്റെ 3. അപ്പൊ ഈ 0 നമ്മൾ കയറ്റിട്ട് അപ്പൊ 30. 30/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15. n-2 15 ആണെങ്കിൽ n എത്രയായിരിക്കും? ഈ -2 അങ്ങോട്ട് പോകുമ്പോ -2 ഇവിടേക്ക് വരുമ്പോ എന്താവും? +2 ആവും. അപ്പൊ എത്രയാണ്? 17. എത്ര വശമുണ്ട്? 17 വശമുള്ള ഒരു പോളിഗന്റെ സമ്മാണ് ആന്തരകോണിന്റെ തുക. സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾ ആണ് 2700. കിട്ടിയോ? അപ്പൊ 2700 ഈ പോളിഗന്റെ സമ്മാവോ, ഏതെങ്കിലും ഒരു പോളിഗന്റെ സമ്മാവോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? n-2 × 180 എഴുതാം. അതിന് 180 ആദ്യം അങ്ങോട്ട് കൊണ്ടുപോയി ഡിവിഷനായി അല്ലെ. വെട്ടിക്കളഞ്ഞ് നമുക്ക് 30/2 എന്നുള്ള 15 കിട്ടി. അപ്പൊ n-2 15 ആണെങ്കിൽ എങ്ങനെ എഴുതണം കേട്ടോ? n-2 15 ആണെങ്കിൽ n = എന്താണ്? ഈ 15 -2 പറ്റി വരുമ്പോ +2 ആയി. അങ്ങനെ 17 വശമുള്ള ഒരു പോളിഗന്റെ ആണ് 2700. കിട്ടിയില്ലേ എല്ലാവർക്കും? അടുത്ത ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 49
പ്രോബ്ലംസ് നമുക്ക് തരുന്നുണ്ട് അവിടെ. ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് ഭാഗത്തിൽ. കണ്ടില്ലേ എല്ലാവരും? What is the sum of the angle of 52-sided polygon? 52 മലയാളം മീഡിയത്തിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. 52 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എത്രയാണ് എന്ന്. 52 വശം വേണം. അപ്പൊ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 52. ഈ പോളിഗന്റെ സം കാണാനുള്ള ഫോർമുല എന്താ? എത്രയായിരിക്കും ഇവിടെ സം? n-2 into 180 അല്ലെ? സം ഓഫ് ദ, അങ്ങനെ എഴുതണേട്ടോ നിങ്ങള്. സം ഓഫ് ദ 52-sided polygon, സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾ ഓഫ് ദ 52-sided polygon. 52 വശമുള്ള ബഹുഭുജത്തിന്റെ ആന്തരകോണിന്റെ തുക. അങ്ങനെ എഴുതണട്ടോ, ഫോർമുല ശരിക്കും എഴുതണം. 52 വശമുള്ള ബഹുഭുജത്തിന്റെ ആന്തരകോണിന്റെ തുക എന്ന് പറഞ്ഞാൽ n-2 into 180 ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 52 minus 2 into 180. 52 minus 2 എത്രയാണ്? 50. 50 into 180. കിട്ടിയോ? അപ്പൊ നമുക്ക് കിട്ടി. ഇവിടെ എത്രയാണ് കിട്ടുന്നത്? 18 into 5. 18 into 5 നമുക്ക് കിട്ടി 90. 2 പൂജ്യം ഇട്ട് കൊടുക്കുക. ഇവിടുത്തെ ഒരു പൂജ്യം, ഇവിടുത്തെ ഒരു പൂജ്യം. എളുപ്പത്തിൽ ഇൻറ്റു ചെയ്യാൻ പഠിക്കാട്ടോ. അല്ലാണ്ട് 50 180 കൊണ്ട് ഇൻറ്റു ചെയ്യാന്ന് പറയുമ്പോൾ 18 5 കൊണ്ട് നിങ്ങൾ ഇൻറ്റു ചെയ്യുക. 18 5 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 90 കിട്ടും. പിന്നെ ഇവിടെ ഒരു പൂജ്യം, ഇവിടെ 2 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പൊ എത്ര കിട്ടി? 9000 ഡിഗ്രി കിട്ടി. 52 വശമുള്ള ഒരു ബഹുഭുജത്തിന്റെ ആന്തരകോണിന്റെ സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾ എത്രയാണ്? 9000 ഡിഗ്രി കേട്ടോ. ഡിഗ്രി എഴുതണം കേട്ടോ. ഡിഗ്രിയാ ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് ദ പോളിഗൺ ഈസ് 8100 ആണ്. ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? ഇത്ര നേരം നമ്മളോട് സൈഡ് തന്നിട്ട് നോക്കിയ ഫോർമുലകളൊക്കെ തിരിച്ചു മറിച്ചു വരുന്നതാണ്. നമ്മളോട് ഇത്ര നേരം തന്നത് എന്താണ്? സൈഡ് തന്നിട്ട് സമ്മ്, ആന്തരകോണിന്റെ തുക, ഇന്റീരിയർ ആംഗിളിന്റെ സമ്മ് കാണാൻ പറഞ്ഞു. ഇപ്പൊ തന്നിരിക്കുന്നത് ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 8200 ആണെന്ന്. അപ്പൊ അതിന് എത്ര വശമുണ്ട് എന്നാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എഴുതുന്നത് ഫോർമുലയാണ് എന്ന് പറഞ്ഞാൽ n-2 into 180 എന്ന് പറഞ്ഞാൽ എത്രയാണ് അവർ തന്നിട്ടുണ്ട്? The sum of the angle of the polygon is 8100 ആണെന്ന്. Sum of the angles of the polygon is 8100. How many sides does it have? ഇതിന് എത്ര വശങ്ങൾ ഉണ്ട് എന്ന്. അതിന് എത്ര വശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഈ n കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കിയുള്ളതിനൊക്കെ അവർ കൊണ്ടുപോയാൽ മതി. നമ്മുടെ കയ്യിൽ ഈ ഒറ്റ ഫോർമുലയുള്ളൂ. ഏതാ ഫോർമുല? n-2 into 180. അതാണ് 8100, 8100. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ n-ന്റെ കൂടെയുള്ളത് ഇവിടെ നിർത്തിയിട്ടു. n-2 ഇവിടെ ഇട്ടു അല്ലെ? ഇസിക്കൽ ടു 8100 ഡിവൈഡഡ് ബൈ ഈ ഇൻഡു ഇവിടേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. കിട്ടിയില്ലേ? അപ്പൊ ഇതും വെട്ടിപ്പോയി, ഒരു പൂജ്യം വെട്ടിപ്പോയി. ഇനി നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞു 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 into 2 ആണ് 18. 9 into 9 ആണ് 81. അപ്പൊ ഇവിടെ ഒരു പൂജ്യം ഉണ്ട്, ഇത് പൂജ്യം. 90/2. 90/2 നമുക്ക് വീണ്ടും ഇത് ശരിയാക്കാം. എത്രയാ കിട്ടി? 45. അപ്പോ n-2 എന്ന് പറഞ്ഞാൽ 45 ആണെങ്കിൽ ഇതിന്റെ n എത്രയാണ്? നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണെന്നല്ലേ ചോദ്യം. അപ്പൊ നമുക്ക് വന്നു 45 + 2, ദാറ്റ് മീൻസ് 47. കിട്ടിയല്ലായിരുന്നു? ഇതാണ് നമുക്ക് ഇത്. അപ്പൊ n എത്രയാണെന്നാണ് ചോദിച്ചത്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇത് വെട്ടിക്കുറയ്ക്കാൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങള് ഹരിച്ചു നോക്കിയാൽ മതി കേട്ടോ. എന്തായാലും ഒരു 0 വെട്ടിക്കളയാം അല്ലെ? 810നെ 18 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുന്നേക്കാൾ നമുക്ക് എളുപ്പം ഇത് ശരിക്കും വെട്ടിക്കുറയ്ക്കാൻ പറ്റും. നിങ്ങൾ കുറേശ്ശെ പഠിക്കാതെ വെട്ടിക്കുറയ്ക്കാനായിട്ട്. കാരണം 9ന്റെ ടേബിൾ ആണ്. 9 into 2 ആണ് 18. ഇവിടെയും 9ന്റെ ടേബിൾ ഉണ്ട്. 9 into 9 81 ആണ് നമുക്കറിയാം. അപ്പൊ നമുക്കത് സുഖമായിട്ട് വെട്ടിക്കളയാൻ പറ്റും. ഇനി പറ്റാത്തവരാണെങ്കിൽ ഇങ്ങനെ ഡിവിഷൻ ചെയ്തോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്റെ തേർഡ് ക്വസ്റ്റ്യൻ അല്ലെ? സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. Third question is the sum of the angles of the polygon is 1600 ആകുമോ എന്ന് ചോദ്യം. ഇതാണ്, is the sum of the angles of any polygon is 1600 and how about 900 ആയാലോ?
മലയാള മീഡിയത്തിന്റെ ക്വസ്റ്റ്യൻ വായിക്കാം. ഏതെങ്കിലും ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 1600 ആകുമോ എന്ന്. ഇനി അടുത്ത ചോദ്യം അതിന് തന്നെയുണ്ട്, 900 ആകുമോ എന്ന്. സമ്മ് 1600 ആകണമെങ്കിൽ ഞാൻ പറഞ്ഞു n-2 × 180 ആണ് 1600. അതാകുമോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ പോലെ. അപ്പൊ n-2 = എന്താണ്, ബൈ 180. വെട്ടിപ്പോയി. ഇനി വെട്ടിക്കുറയ്ക്കാൻ പറ്റുമോ നോക്കിയേ. ഇത് 160നെ 18 കൊണ്ട്, 18ന്റെ പകുതി 9, ഇവിടെ പകുതിയാക്കാം. എത്ര വരുന്നത്, 16 8 80. 80 പോവോ, 80/9 ഫ്രാക്ഷൻ ഡെസിമൽ നമ്പർ വരും, ദശാംശ സംഖ്യ വരും. ശരിക്കും പോകില്ല. 9ന്റെ മൾട്ടിപ്പിൾസില് 80 ഉണ്ടോ, 81 ആയിരുന്നെങ്കിൽ ശരിക്കും വെട്ടിപ്പോയത്. ഇവിടെ 80 ആണ്, അതുകൊണ്ട് ഇത് വെട്ടിപ്പോയില്ല. അപ്പൊ 1600 ഇതിലെ സമ്മാകില്ല. കാരണം ഡെസിമൽ നമ്പർ വന്നു അല്ലെ, ദശാംശ സംഖ്യ വരും. നമ്മൾ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡെസിമൽ പോയിന്റ് വരും. അപ്പൊ അത് ഒരിക്കലും നമ്പർ ഓഫ് സൈഡ്സ് ആകില്ല. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഏതാണ്, 900 ആകുമോ എന്ന്. 900 ആകുമോ എന്ന്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡെസിമൽ നമ്പേഴ്സ് എത്രയാണെന്ന് ചെയ്ത് നോക്കാട്ടോ. പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഇവിടെ നിങ്ങൾ ഡെസിമൽ വരണമെങ്കിൽ അത് എഴുതി വെച്ചാൽ മതി. therefore എഴുതി വെക്കാം, therefore 1600 is not the sum of the polygon. 1600 ഇതിന്റെ സം ആകില്ല എന്ന് എഴുതി വെക്കാം. അടുത്ത ചോദിച്ചത് 900 ആകുമ്പോൾ നോക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, ആദ്യ ഇക്വേഷൻ എഴുതാം. n-2 × 180 ആണ് 900 വരുമോ നോക്കാം. അപ്പോ n-2 മാത്രം ഇവിടെ നിർത്തി കഴിഞ്ഞാൽ 900/180 വെട്ടിപ്പോകും. നോക്കിയേ, 9ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ 18, 2 അല്ലേ. ഇവിടെ ഈ 0 ഇവിടെ ഇല്ല. അപ്പൊ 10/2 എന്ന് പറഞ്ഞാൽ എത്രയാ, 5. അപ്പോ n-2 5 ആണെങ്കിൽ, n-2 = 5 ആണെങ്കിൽ n = എത്രയാണ്, 5 + 2 7. അപ്പൊ എത്ര വശമുള്ള ബഹുഭുജത്തിന്റെയാണ് 900, 7 വശമുള്ള ബഹുഭുജത്തിന്റെ സമ്മാണ്, ഇന്റീരിയർ ആംഗിളിന്റെ സമ്മാണ് ആന്തരകോണിന്റെ തുക. 7 വശമുള്ള ബഹുഭുജത്തിന്റെ ആന്തരകോണിന്റെ തുകയാണ് 900, 900. അപ്പൊ അതുകൊണ്ട് 900 കറണ്ട് പോയതുകൊണ്ടാണ് ഒരു തടസ്സം ഉണ്ടായത്. നമ്മൾ നോക്കാം. അപ്പൊ നമ്മുടെ ഇത് കഴിഞ്ഞിരുന്നു. n = എത്രയാണ്, 5 + 2 7 ആണ്. അപ്പൊ 1600 പറ്റുമോ എന്ന് ചോദിച്ചു. അത് പറ്റില്ല, കാരണം ഡെസിമൽ നമ്പർ ആണ്. ഇവിടെ 900 പറ്റുമോ നോക്കി. 900 നമ്മൾ പറഞ്ഞു 7 സൈഡഡ് പോളിഗൺ ആണെന്ന് പറഞ്ഞു. ഇനി അടുത്ത കണക്ക് നമുക്ക് ചെയ്യാം. അടുത്ത കണക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. All the angles of a 20-sided polygons are same. 20-sided polygons ആണ്, എല്ലാം സെയിം ആണ്. ഹൗ മച്ച് ഈസ് ഈച്ച്, ഓരോന്നും എത്രയാണ്. 20 വശമുള്ള, മലയാളം മീഡിയത്തിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. 20 വശമുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളെല്ലാം തുല്യമാണ്. ഓരോ കോണും എത്ര ഡിഗ്രി ആണെന്ന് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കാണേണ്ടത് 20 വശമുള്ള പോളിഗന്റെ സമ്മാണ്. സം ഓഫ് ദ 20-sided polygon. 20 വശമുള്ള ബഹുഭുജത്തിന്റെ കാണണമെങ്കിൽ എത്ര വരും, 20 - 2 × 180 അല്ലെ. 20 - 2 × 180 ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ 20 സൈഡുള്ള പോളിഗൺ ആണ്. അതിന്റെ ടോട്ടൽ ആംഗിൾസ്, സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾ നമ്മൾ കാണുകയാണ്. 20 - 2 എത്രയാണ്, 18. 18 × 180 ആണ്. 18 × 18 നമുക്കറിയാം. 18ന്റെ എത്രയാണ്, 3240 ആണ്. അപ്പൊ നമുക്ക് ഹൗ മച്ച് ഈസ് ഈച്ച്, ഓരോന്നും കാണണമെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞു ഇതിന്റെ സമ്മ 3240 ആണ്. 20 വശമുള്ള ഒരു പോളിഗന്റെ ആംഗിൾസ് എത്ര ഉണ്ടാവും, 20 ഉണ്ടാവില്ലേ. 20 നമ്മൾ ത്രികോണത്തിന് 3 സൈഡ് ഉണ്ടെങ്കിൽ 3 ആംഗിൾസ് ഉണ്ട്. അതേപോലെ ക്വാഡ്രിലാറ്ററലിന് 4 ആംഗിൾസ് ഉണ്ടെങ്കിൽ 4 സൈഡ് ഉള്ളതുകൊണ്ട് 4 ആംഗിൾസ്. അപ്പൊ 20 സൈഡുള്ള ഒരു പോളിഗന് എത്ര ആംഗിൾസ് ഉണ്ടാവും, 20 ആംഗിൾസ് ഉണ്ടാവും. അപ്പൊ 20 സൈഡുള്ള പോളിഗന്റെ സമ്മ കാണാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് എത്ര കിട്ടി? 3240 എന്ന് പറഞ്ഞാൽ 20 ആംഗിളിന്റെ സമ്മാണ്. അതും അതിൽ പറഞ്ഞിട്ടുണ്ട് ഓൾ ദ ആംഗിൾസ് ആർ സെയിം ആണെന്ന്. 20 വശം സെയിം, 20 ആംഗിൾസും സെയിം ആണെങ്കിൽ 1 ആംഗിൾ എത്രയായിരിക്കും? 20 ആംഗിൾസിന്റെ ആണ് ഇത്. അപ്പോ 1 ആംഗിൾ കിട്ടണമെങ്കിൽ 3240/20 ആണ്. 3240നെ 20 കൊണ്ട് 162 നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഒരു ആംഗിൾ എത്രയായിരിക്കും? 162. കിട്ടിയില്ലേ? അപ്പൊ 20 വശമുള്ള ഒരു പോളിഗന്റെ നമ്മൾ ആദ്യം കാണേണ്ടത് സമ്മ് കാണാം. സമ്മ് കാണാനായിട്ടുള്ള ഫോർമുല 20 - 2 × 180 ആണ്. അപ്പോ 20 - 2 × 180 3240 ആണെങ്കിൽ 1 ആംഗിൾ എന്ന് പറഞ്ഞാൽ 162 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് ദ പോളിഗൺ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. Sum of the angles of the polygon is 1980 ആണെങ്കിൽ what is the sum of the angles of the polygon? One side less and what about the polygon with one side more? ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 1980 ആണ്. വശങ്ങളുടെ എണ്ണം 1 കൂടുതലായ ബഹുഭുജവും വശങ്ങളുടെ എണ്ണം 1 കുറവായാലും എത്രയാണെന്ന്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് n എത്രയാണ്, എത്ര വശമുണ്ടെന്ന് കാണണം. അപ്പൊ n - 2 × 180 എന്ന് പറഞ്ഞാൽ 1980 ആണ് എന്ന്. അപ്പോ അതിൽ നിന്ന് നമുക്ക് n - 2 കാണണമെങ്കിൽ എന്താ വേണ്ടത്? ഈ 180നെ ഇങ്ങോട്ട് കൊണ്ടുപോരാ. അപ്പൊ അതിനെ വെട്ടിക്കുറയ്ക്കും. വെട്ടിക്കുറയ്ക്കുമ്പോ നമുക്ക് കിട്ടിയ എത്രയാണിത്? ഇത് 11. n - 2 11 ആണെങ്കിൽ n = ഈ -2 ഇങ്ങോട്ട് വരുമ്പോ പ്ലസ് ആയി. 11 പ്ലസ് 2 13. അപ്പൊ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു ഇത് 13 വശമുള്ള പോളിഗൺ ആണെന്ന്. കിട്ടിയില്ലേ എല്ലാവർക്കും? ഫോർമുല എഴുതി 13 വശം. ഇനി പറഞ്ഞിരിക്കുന്നത് വാട്ട് അബൌട്ട് ദ പോളിഗൺ, വാട്ട് ഇസ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് ദ പോളിഗൺ വിത്ത് 1 ലെസ്, 1 കുറവായാൽ എത്രയാണ് എന്ന്. പിന്നത്തെ പറയുന്നത് വാട്ട് അബൌട്ട് ദിസ് 1 സൈഡ് മോർ. അപ്പൊ 1 കുറവായ എന്ന് പറഞ്ഞാൽ 13 ആണെങ്കിൽ, ഇതിന്റെ വശം 13 ആണെങ്കിൽ 12 സൈഡുള്ള പോളിഗന്റെ സമ്മ എത്രയാണ്? 12. സ്റ്റെപ്പ് ശരിക്കും എഴുതണം കേട്ടോ. 12 സൈഡുള്ള പോളിഗന്റെ 12 - 2 × 180 എത്രയാ? 12 - 2 10 × 180. അപ്പൊ നമുക്ക് 180ന്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 1700 അല്ലെ? ഇനി ഒരു സൈഡ് കൂടുതലാണെങ്കിൽ 13 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിന്ന് 1 കുറഞ്ഞത് നമ്മൾ കണ്ടു 12. ഇനി ഒരു സൈഡ് കൂടുതൽ എന്ന് പറഞ്ഞാൽ 14 സൈഡുള്ള പോളിഗന്റെ സമ്മ്, സം ഓഫ് ദ 14. അപ്പൊ എത്രയാണ്? 14 - 2 × 180. 14 - 2 എത്രയാണ്? 14 - 2 12 ആണ്. 12 × 180. 12നെ 180 കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ 2160 കിട്ടി. അപ്പൊ നമ്മുടെ കണക്കിവിടെ അവസാനിച്ച് ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യം പറഞ്ഞിരിക്കുന്നത് 1 ആംഗിള് അല്ല സം ഓഫ് ദ ഒരു പോളിഗൺ, അതിന്റെ സം എത്രയാന്ന് പറഞ്ഞു? 1980 ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് അത് എത്ര സൈഡുള്ള പോളിഗൺ ആണെന്ന് കണ്ടുപിടിച്ചു. n - 2 × 180 1980 ആണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ n കണ്ടുപിടിച്ചു. 13 വശമുള്ള പോളിഗൺ ആണെന്ന് കണ്ടുപിടിച്ചു. 13 വശമുള്ള പോളിഗൺ ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് അവർ ചോദിച്ചേക്കുന്നത് 1 കുറവായാലെന്ന്. 13നേക്കാൾ 1 കുറവ് 12 ആണ്. 12 ആയപ്പോ നമുക്ക് എളുപ്പമാണ്. 12 - 2 10 ആണ്. 10 × 180 1800 ആണ്. ഇനി 1 കൂടുതൽ എന്ന് പറഞ്ഞാൽ 14 സൈഡ് ആണ്. അപ്പൊ 14 - 2 × 180 ചെയ്തപ്പോ നമുക്ക് 12 × 180 2160 കിട്ടി. അപ്പൊ 3 ക്വസ്റ്റ്യൻ വന്നിട്ട് കഴിഞ്ഞു. നമ്മുടെ ആ സെറ്റ് കഴിയാൻ അടുത്ത ടോപ്പിക് ആണ് ഔട്ടർ ആംഗിൾസ്, പുറം കോണുകൾ. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.